വീട്ടിൽ സ്വന്തമായി പച്ചക്കറികളും മറ്റും കൃഷി ചെയ്യാത്തവർ ഇന്ന് കുറവായിരിക്കുമല്ലേ? വിഷമയമില്ലാത്ത പച്ചക്കറികൾ സ്വയം കൃഷി ചെയ്ത് ഉപയോഗിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും നമ്മളെക്കൊണ്ടാവുന്ന വിധം എന്തെങ്കിലുമൊക്കെ നട്ടുവളർത്തി ഉപയോഗിക്കുവാൻ പരിശ്രമിക്കുന്നു. എന്നാൽ ഇത് അത്ര എളുപ്പമല്ലെന്ന് ഒരിക്കലെങ്കിലും ഇത് ചെയ്തു നോക്കിയിട്ടുള്ളവർക്കറിയാം. കാരണം വളരെ സിമ്പിളാണ്. നാം എന്തെങ്കിലുമൊക്കെ നട്ടു നനച്ച് അവ മുളച്ചു പൊന്തുന്നതിന് മുമ്പ് തന്നെ നാട്ടിലുള്ള സകല കീടങ്ങളും ക്ഷുദ്രജീവികളും വന്ന് അവയെ അടപടലം നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അവയെ ചെറുക്കാനായി നമ്മളിൽ പലരും വിഷം കലർന്ന കീടനാശിനികൾ വാങ്ങി ഉപയോഗിക്കാൻ മടിച്ച് ഈ പരിശ്രമം തന്നെ ഉപേക്ഷിച്ച് പഴയ രീതിയിൽ കടകളിലേക്ക് തന്നെ മടങ്ങുന്നു. എന്നാൽ ചിലരെങ്കിലും പിടിച്ചു നിൽക്കാനായി പലതരം കീടനാശിനികൾ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ പച്ചക്കറി തോട്ടങ്ങളെ നമുക്ക് ഒരു ഭയവുമില്ലാതെ ഉപയോഗിക്കാൻ സാധിക്കുന്നതും യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയില്ലാത്തതുമായ തികച്ചും സുരക്ഷിതവും അതിലധികം ഫലപ്രദവുമായ ഒരു ജൈവ കീടനാശിനിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതെന്താണെന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുമല്ലേ? നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ജൈജു ഫ്രം ജൈജൂസ് ഹോം വീഡിയോസ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മുടെ പച്ചക്കറി തോട്ടങ്ങളിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമായ, കൃത്യമായി പറഞ്ഞാൽ നീം ഓയിൽ അഥവാ വേപ്പെണ്ണ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഒരു ജൈവ കീടനാശിനി സ്പ്രേ എങ്ങനെ ഉണ്ടാക്കാമെന്നതാണ് നാം പഠിക്കാൻ പോകുന്നത്. ഇതിനായി പ്രധാനമായി വേണ്ടത് വേപ്പെണ്ണ അഥവാ നീം ഓയിലാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ കടയിൽ നിന്ന് വാങ്ങിയ ഒരു ചെറിയ ബോട്ടിലാണ് ഈ കാണുന്നത്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ലിക്വിഡ് സോപ്പ്. ഞാൻ ഉപയോഗിക്കുന്നത് സാധാരണ ഹാൻഡ് വാഷ് ലിക്വിഡാണ്. ഏതുതരം സോപ്പ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഈ സോപ്പിൻ്റെ ജോലി എന്ന് പറയുന്നത് നാം ഉപയോഗിക്കുന്ന വേപ്പെണ്ണ വെള്ളത്തിൽ ലയിപ്പിക്കുക എന്നത് മാത്രമാണ്. മൂന്നാമതായി ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെളുത്തുള്ളി സിറപ്പാണ്. 5-6 വലിയ അല്ലി അല്ലെങ്കിൽ അതിൻ്റെ തുല്യമായ അളവിൽ, അതായത് 50 ഗ്രാം വെളുത്തുള്ളി 1 ഗ്ലാസ് വെള്ളത്തിൽ നല്ലതുപോലെ വേവിച്ചതിന് ശേഷം മിക്സിയിൽ അരിച്ചെടുത്തിരിക്കുന്നതാണിത്. ഇനി നമുക്ക് നീം ഓയിൽ ഉപയോഗിച്ചുള്ള ഈ ജൈവ കീടനാശിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ഞാനിവിടെ 2 ലിറ്ററിൻ്റെ ഒരു സ്പ്രേ ബോട്ടിലാണ് ഉപയോഗിക്കുന്നത്. ഇത് എൻ്റെ പച്ചക്കറികൾക്ക് ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ ആവശ്യമുള്ള അളവാണ്. നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിക്കുവാനുള്ള അളവിൽ മാത്രമേ ഈ ലായനി ഉണ്ടാക്കുവാൻ പാടുള്ളൂ. കാരണം ബാക്കി വന്ന ലായനി പിന്നീട് ഉപയോഗിച്ചാൽ അതിന് നാം ഉദ്ദേശിച്ച ഗുണങ്ങളുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഒരു നേരത്തെ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കി ഉപയോഗിക്കാം. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? ഞാൻ ഈ പറയുന്ന അളവുകൾ 2 ലിറ്റർ ലായനി ഉണ്ടാക്കുവാനുള്ളതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിനനുസരിച്ച് ഈ പറയുന്ന അളവുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. ആദ്യമായി 1 ടേബിൾ സ്പൂൺ, അതായത് 15 മില്ലി വേപ്പെണ്ണ സ്പ്രേ ബോട്ടിലേക്ക് അളന്നൊഴിക്കുക. അതിനുശേഷം 15 മില്ലി ലിക്വിഡ് സോപ്പ് അളന്നൊഴിക്കുക. അവസാനമായി 15 മില്ലി ഗാർലിക് സിറപ്പ് അളന്നൊഴിക്കുക. ഇനി ഈ സ്പ്രേ ബോട്ടിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം നിറയ്ക്കുക. എന്നിട്ട് ബോട്ടിൽ അടച്ചതിന് ശേഷം സാവകാശം മിക്സ് ചെയ്യുക. ഇതിലുപയോഗിച്ചിരിക്കുന്ന സോപ്പിൻ്റെ അളവ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടി വന്നേക്കാം. കൃത്യമായി പറഞ്ഞാൽ സോപ്പിൻ്റെ അളവ് നിശ്ചയിക്കുന്നത് വേപ്പെണ്ണ വെള്ളത്തിൽ ലയിച്ചു നിൽക്കുന്നതിൻ്റെ സമയമനുസരിച്ചാണ്. 1 മിനിറ്റ് സമയമെങ്കിലും ഈ വേപ്പെണ്ണ വെള്ളത്തിൽ ലയിച്ചു നിൽക്കണം. അത്രയും നേരം നിൽക്കുന്നില്ലെങ്കിൽ കുറച്ചുകൂടി സോപ്പ് ചേർത്ത് കൊടുക്കേണ്ടതായി വന്നേക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിൻ്റെ കാഠിന്യത്തിന് അനുസരിച്ചാണ് ഇത്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ മൈൽഡായിട്ടുള്ള ഹാൻഡ് വാഷ് സോപ്പ് ആയതുകൊണ്ടാണ് ഈ പറഞ്ഞ അളവിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് 15 മില്ലി. ഈ പറഞ്ഞ അളവിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കീടബാധയുള്ള ചെടികളിൽ ഇലകളുടെ മുകൾ വശവും അടിവശവും നല്ലതുപോലെ നനയുന്നത് പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. മഴ പെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ സ്പ്രേ ചെയ്യുന്നത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. കീടബാധ പൂർണ്ണമായും മാറിയില്ലെങ്കിൽ 4-5 ദിവസത്തിന് ശേഷം വീണ്ടും സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വന്നേക്കാം. ജൈവ കീടനാശിനികൾ അങ്ങനെ തന്നെയാണ്. വിഷം അടിക്കുന്നതിൻ്റെ അത്രയും സ്പീഡിൽ ഫലമുണ്ടായെന്ന് വരില്ല. കൃഷി ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ നീം ഓയിൽ സ്പ്രേ അഥവാ വേപ്പെണ്ണ ഉപയോഗിച്ചുണ്ടാക്കുന്ന ജൈവ കീടനാശിനി ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുക. തീർച്ചയായും ഉപകാരപ്പെടും. ഈ വീഡിയോയും ജൈവ കീടനാശിനിയും എല്ലാം എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തായാലും വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി എഴുതി അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോകൾ തുടർന്നും കാണുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ പുതിയ വീഡിയോകളെ പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഇതുപോലെ ഉപകാരപ്രദവും ഇൻട്രസ്റ്റിംഗുമായ മറ്റൊരു വീഡിയോയുമായി നാം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.